ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ. വെറും യാത്രയില്ല, ഒരു ദൂരയാത്ര. അപ്പോൾ ആ പുറകെ നിൽക്കുന്ന എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ റെഡിയായി നിൽക്കുവാണ്. എൻ്റെ മോളും പോകുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. അപ്പോൾ ഇത് വർക്കല റെയിൽവേ സ്റ്റേഷനാണ്. വർക്കല റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ട്രെയിൻ. അവിടെ നിന്നിട്ട് കൊല്ലത്താണ് നമ്മൾ ഇറങ്ങുന്നത്. കൊല്ലത്ത് നിന്ന് വേറൊരു ട്രെയിനാണ്. നമ്മൾ കേരളം വിട്ടിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ ഇത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ട്രെയിൻ യാത്രയോളം സുഖമുള്ള മറ്റൊരു യാത്രയില്ലല്ലേ. നല്ല സേഫായിട്ടും സമാധാനമായിട്ടും നമുക്ക് യാത്ര ചെയ്യാം. പുറത്തെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിന് വലിയൊരു റിലാക്സേഷനാണ്. നിങ്ങൾ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടോ? എത്ര പേർക്ക് ഇഷ്ടമാണ് ഇതുപോലെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ നല്ല പച്ചപ്പും ഭംഗിയുള്ള കാഴ്ചകളും മരങ്ങളും പാടങ്ങളും ഒക്കെ പിന്നിലേക്ക് ഓടി മറിഞ്ഞത് നോക്കിയിരിക്കുക എന്ത് രസമാണ്. ഇതാ എൻ്റെ മോള് ജനലിലൂടെയുള്ള കാഴ്ചകൾ കണ്ട് നല്ല ആസ്വദിച്ചിരിക്കുകയാണ്. അതിലൂടെ അവൾ വികൃതിയും കാണിക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് പോകാനുള്ള ഏറ്റവും സേഫായിട്ടുള്ള ഒരു വണ്ടി ട്രെയിൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സേഫ് ട്രെയിൻ തന്നെയാണ്. ദൂരയാത്രയ്ക്കൊക്കെ പോകാൻ പറ്റിയൊരു എന്തൊക്കെ പറഞ്ഞാലും ട്രെയിനാണ്. ദൂരയാത്ര ആയതുകൊണ്ട് നമ്മൾ AC ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. അതാകുമ്പോൾ നമുക്കൊന്നും അറിയണ്ട. നമ്മൾ വൈകുന്നേരം പോയി പിറ്റേന്ന് രാവിലെ ആകുമ്പം എത്തും. ആ ഒരു രീതിയിലാണ് പോയത്. അപ്പോൾ നമ്മൾ രാത്രി കഴിഞ്ഞു, രാവിലെ ആയിട്ടുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞതാ ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ്. നല്ല തണുപ്പും ഫ്രഷ് എയറും. ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ സുഖം ഇതാണല്ലേ. പുറത്തൊക്കെ ഒന്ന് നോക്കി എന്ത് ഭംഗിയാണല്ലേ കാണാൻ. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അതെൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത പാർട്ടുമായി ഉടനെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ.